ചില രചന നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാൻ ശ്ലീഹ ഈശോയോട് വന്ന് പറയുകയാണ്, അതെ, പിശാചുക്കളെ നിന്റെ നാമത്തിൽ പുറത്താക്കുന്ന ഒരുവരെ ഞങ്ങൾ കണ്ടു, പക്ഷെ നമ്മുടെ ഭാഗത്തല്ലാത്തത് കൊണ്ട് അവനെ ഞങ്ങൾ തടയാനായിട്ട് പോവുകയാണ്, ഞങ്ങൾ അവനെ തടയട്ടെ എന്ന് ചോദിക്കുകയാണ്. രണ്ടാമതായിട്ട് സമരിയക്കാര് ഈശോയുടെ ശിഷ്യന്മാരെ തിരസ്കരിക്കുന്ന സമയത്ത് ഈ യോഹന്നാൻ തന്നെ ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിയവരെയാണ് നശിപ്പിച്ച് കളയാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള വചനങ്ങളിലൂടെ നമുക്ക് പരിചയമുള്ള ഒരു യോഹന്നാന്റെ ക്യാരക്ടറേ അല്ല ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ട രണ്ട് സംഭവങ്ങൾ, അതുപോലെ തന്നെ ഈ ഈശോ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ എഴുന്നള്ളുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കാനുള്ള ഒരു ചാൻസ് ചോദിക്കുന്ന ഒരു രംഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ യോഹന്നാന്റെ നമ്മൾ പരിചയമുള്ള യോഹന്നാന്റെ ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളാണ്. നമുക്ക് പരിചയമുള്ള യോഹന്നാൻ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യനായ, സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു യോഹന്നാനാണ്. എങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിലെ യോഹന്നാന്റെ ക്യാരക്ടർ മാറി മറിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവിൽ നമ്മൾ രണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ഈശോയോട് കൂടെയുള്ള ഒരു 3 വർഷത്തെ ആ ചേർന്നുള്ളൊരു സൗഹൃദം, ഈശോയുടെ നെഞ്ചിൽ തലചായ്ക്കാൻ മാത്രമുള്ള അത്രമാത്രമുള്ള ഒരു റിലേഷൻ യോഹന്നാനെ മാറ്റി എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയത്തെ ഗാഗുൽത്തായിൽ നിന്നും അമ്മയായിട്ട് സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി യോഹന്നാന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി എന്ന് പറയുന്നവരുമുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, യോഹന്നാന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ഒരു വിശ്വാസിയായിട്ട് ജീവിച്ച യോഹന്നാന്റെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മളും ആഗ്രഹിക്കേണ്ടത് തന്നെയാണ്. യോഹന്നാന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനമോഹം, അല്ലെങ്കിൽ ഒരു ക്ഷിപ്രകോപിയായ അല്ലെങ്കിൽ ക്ഷിപ്രകോപം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിക്കാത്ത, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കേണ്ട, അവരെ നശിപ്പിക്കാൻ മാത്രമുള്ള ഒരു മനസ്സിന്റെ ഒരു ദേഷ്യമൊക്കെ ഈശോയോട് കൂടെ നടന്നപ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള സഹവാസത്തിലൂടെ അതൊക്കെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായ പോലെ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.